വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ കാത്തിരുന്ന ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ സ്കൂൾ വൈസ് വേക്കൻസി അടിസ്ഥാനത്തിൽ ഒരുപാട് വിദ്യാർത്ഥികൾ നേരത്തെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾ വേക്കൻസി അടിസ്ഥാനത്തിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ കൊടുത്തിരുന്നു. അത്തരത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും നിലവിൽ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ വന്ന് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മുകളിൽ നിങ്ങളിലൂടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ SWC ലിങ്ക് കാണാൻ സാധിക്കും. അതുവഴി വിദ്യാർത്ഥികൾ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും അതേപോലെ ഡിസ്ട്രിക്റ്റും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഇപ്പോൾ പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ കിട്ടിയവരും പിന്നെ അതോടൊപ്പം തന്നെ കിട്ടാത്തവരുമുണ്ട്. അതായത് ഓൾറെഡി അഡ്മിഷൻ എടുത്ത് ട്രാൻസ്ഫറിന് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ ഓരോ ഘട്ടങ്ങളിലെയും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ മുഴുവനായിട്ടും വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ബാക്കിയുള്ള പ്രൊസീജിയർ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ച സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിലവിൽ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ എവിടെയെങ്കിലും അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നാളെ അതായത് ജൂലൈ 4-ാം തീയതി രാവിലെ 10 മണി മുതൽ ജൂലൈ 8-ാം തീയതി വൈകിട്ട് 4 മണിക്കുള്ളിൽ നിങ്ങൾക്ക് ഏത് സ്കൂളിലാണോ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് ആ സ്കൂളിൽ നേരിട്ട് പോയിട്ട് വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതിനായിട്ട് ജസ്റ്റ് പ്രൊഫൈൽ ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട് റിസൾട്ട് വഴി നിങ്ങൾക്ക് ലഭിക്കുന്ന അത് നിങ്ങളുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി സ്വാഭാവികമായിട്ടും ഈ പറയുന്ന അലോട്ട്മെൻറ്റ് ലെറ്റർ വിദ്യാർത്ഥികൾക്ക് ജസ്റ്റ് എവിടെയാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് ആ അഡ്മിഷൻ കിട്ടിയ സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാം. പുറത്തുനിന്ന് നിങ്ങൾ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിച്ച് നിങ്ങൾക്ക് ഏത് സ്കൂളാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് ആ സ്കൂളിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ജൂലൈ 8-ാം തീയതിക്കുള്ളിൽ, നാളെ മുതൽ ജൂലൈ 8-ാം തീയതി വൈകിട്ട് 4 മണിക്കുള്ളിൽ നിങ്ങളുടെ രക്ഷിതാവ് സഹിതം, വിദ്യാർത്ഥി മാത്രമല്ല രക്ഷിതാവിനെയും കൂട്ടി എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് സഹിതം നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ എടുക്കണം. അതായത് നിങ്ങളെ SSLC അതേപോലെ തന്നെ നിങ്ങളുടെ മറ്റേതെങ്കിലും വെയിറ്റേജ് ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ SC/ST വിഭാഗക്കാർ, കാസ്റ്റ് അതേപോലെ OBC വിഭാഗക്കാർ, അവരുടെ സംവരണം തെളിയിക്കുന്ന ഡിസബിലിറ്റി ഉള്ളവരാണെങ്കിൽ അത്തരത്തിൽ നിങ്ങൾ എന്തൊക്കെ വെയിറ്റേജ് കൊടുത്തിട്ടുണ്ടോ അത്തരത്തിലെല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും എടുത്തുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് നേരിട്ട് സ്കൂളിൽ പോയിട്ട് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നേരിട്ട് നിങ്ങൾ ആ സ്കൂളിൽ നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ എന്തായാലും ഈ മാസം 8-ാം തീയതിക്കുള്ളിൽ ഇപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് കിട്ടിയ മുഴുവൻ വിദ്യാർത്ഥികളും അഡ്മിഷൻ എടുക്കൽ നിർബന്ധമാണ്. ഇനി അതോടൊപ്പം തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ നിലവിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലും അതായത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലും അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികളുണ്ട്. അത്തരത്തിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അടുത്ത സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ അതായത് ഈ മാസം ജൂലൈ 9-ാം തീയതി മുതൽ 11-ാം തീയതി വരെയാണ് നേരത്തെ hscap-ൽ നിന്ന് അപ്ഡേറ്റ് ചെയ്ത ഡേറ്റ്. അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അങ്ങോട്ടുള്ള ഡേറ്റ് വളരെ പ്രധാനമാണ്. കാരണം hscap-ൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് നിങ്ങളുടെ ഭാഗത്തുണ്ടായിരിക്കണം. അപ്പോൾ ഇനിയും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എവിടെയും കിട്ടാത്ത വിദ്യാർത്ഥികൾക്കുള്ള അവസാനത്തെ ഏറ്റവും പ്രതീക്ഷയായിട്ടുള്ള അലോട്ട്മെൻ്റ് ആണ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്. അതിൻ്റെ ഡേറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ ജൂലൈ 9 മുതൽ 11 വരെ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ എവിടെയും കിട്ടാത്ത വിദ്യാർത്ഥികളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലെഫ്റ്റ് സൈഡിൽ സ്കൂൾ വൈസ് വേക്കൻസീസ് ലിങ്ക് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഏത് ജില്ലയിലാണോ നേരത്തെ അപേക്ഷ കൊടുത്ത അതേ രീതിയിൽ, കോഴിക്കോട് ജില്ലയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ജൂൺ 8 വരെയുള്ള ഈ ഒരു സമയപരിധിക്കുള്ളിൽ അഡ്മിഷൻ എടുക്കാതെ പുറത്തു പോകുന്നവരുണ്ട്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികളുടെയൊക്കെ വേക്കൻസി ജൂൺ 8-ാം തീയതി നൈറ്റോടുകൂടി അല്ലെങ്കിൽ ജൂൺ 9-ാം തീയതി തൊട്ട് നിങ്ങൾക്കൂടെ വേക്കൻസി ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഇത് ഓൾറെഡി ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലെ വേക്കൻസി ലിസ്റ്റാണ്. അപ്പോൾ ഇത് 9-ാം തീയതിക്ക് നിങ്ങൾക്ക് ഇതേ രീതിയിൽ അപ്ഡേറ്റ് ചെയ്ത വേക്കൻസി ലിസ്റ്റ് കാണാൻ സാധിക്കും. ആ വേക്കൻസിക്ക് അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾ വീണ്ടും സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് 1, 2, 3 പ്രയോറിറ്റി അനുസരിച്ച് കൂടുതൽ വേക്കൻസി ഉള്ള സ്കൂളിൽ നിങ്ങൾ 1, 2, 3 ആ രീതിയിൽ ഏറ്റവും മുകളിൽ ഹയർ ഓപ്ഷൻസ് കൊടുത്ത് നിങ്ങൾ അപേക്ഷ പുതുക്കേണ്ടതാണ്. അപ്പോൾ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ 9 മുതൽ 11 വരെ ആയിരിക്കും. ശേഷം വിദ്യാർത്ഥികളുടെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് ഏകദേശം ജൂലൈ 15, 16 തീയതികളിലാണ് പ്രസിദ്ധീകരിക്കുക. നേരത്തെ തീരുമാനിച്ച പ്രകാരം 16-ാം തീയതിയാണ്. അതിലെന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വിദ്യാർത്ഥി രീതിയിൽ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും. ഇനി അതോടൊപ്പം തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ നിലവിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തുകൊണ്ട് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റ് പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത് ട്രാൻസ്ഫറിന് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികളോട് സംബന്ധിച്ചിടത്തോളം ട്രാൻസ്ഫർ അപേക്ഷ നിലവിൽ 2-ാം അലോട്ട്മെൻറ്റും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അപേക്ഷ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. അത്തരത്തിൽ ട്രാൻസ്ഫറിന് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നിലവിൽ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും കഴിഞ്ഞതിന് ശേഷമാണ് വിദ്യാർത്ഥികൾക്ക്
ട്രാൻസ്ഫർ അപേക്ഷ കൊടുക്കാൻ സാധിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സാധ്യത നോക്കുകയാണെങ്കിൽ വളരെ കുറവ് തന്നെയാണ്. കാരണം സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റോടുകൂടി ഓൾമോസ്റ്റ് സീറ്റുകൾ ഫില്ലാവേണ്ടതാണ്. എന്നാലും സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വീണ്ടും വേക്കൻസി വരികയാണെങ്കിൽ ആ സമയത്ത് വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ വേക്കൻസി ലിസ്റ്റ് കൃത്യമായിട്ട് വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിനനുസരിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളിൽ വേക്കൻസി ഉണ്ടോ ഇല്ലെന്ന് പരിശോധിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഓപ്ഷനിൽ കോമ്പിനേഷനിൽ വേക്കൻസി ഉണ്ടോ നോക്കുക. അതിനനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് 19 മുതൽ 21 തീയതി വരെ ട്രാൻസ്ഫറിന് അപേക്ഷ കൊടുക്കുവാനും അതോടൊപ്പം തന്നെ അതിൻ്റെ റിസൾട്ട് ഉടൻ തന്നെ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കുവാനും കൂടാതെ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച ട്രാൻസ്ഫറിൽ നിങ്ങൾക്ക് മാറുവാനുമുള്ള അവസരം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് ഈ പറയുന്ന ഡേറ്റ് വരെ വിദ്യാർത്ഥികൾ വെയിറ്റ് ചെയ്യുക. കൂടാതെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇതിന് ശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയും കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് അവസാനത്തെ ഓപ്ഷൻ എന്ന രീതിയിൽ ഈ പറയുന്ന സ്പോട്ട് അഡ്മിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ HSCAPൻ്റെ പ്ലസ് 1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭ്യമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകൾക്കും നിലവിൽ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ അഡ്മിഷൻ എടുത്ത് ട്രാൻസ്ഫറും വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളും കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സുകൾക്ക് മറക്കാതെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കാനും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് രചരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.